ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു ടോപ്പിക് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ട കാര്യം, ഈ ഒരു കോഴ്സ് ചെയ്താൽ മാത്രമാണ്, ഇപ്പോൾ നമ്മൾ ബിടെക് പഠിച്ചാൽ മാത്രമാണ് എഞ്ചിനീയർ ആവാനായിട്ട് സാധിക്കുക, അതുപോലെ MBBS ചെയ്താൽ മാത്രമാണ് ഡോക്ടർ ആവാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണോ ഏവിയേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കീറിമുറിച്ച് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നൊരു സംഭവം ഇല്ല. നിങ്ങൾ എവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു അവർ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതല്ലാതെ ഡിപ്ലോമ അല്ലെങ്കിൽ BBA ഇൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എവിടെയും ചോദിച്ചിട്ടില്ല. അതിന് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏവിയേഷൻ ഫീൽഡ് മെയിൻലി ഡിമാൻഡ്സ് ചെയ്യുന്നത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അല്ലാതെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കല്ല. നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ഒരു ട്രെയിനിങ്ങിൽ നിന്നാണ് നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. സോ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സ് ചെയ്യാത്തവരാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂസിന് പോകാം, അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പിന്നെ പഠിക്കേണ്ടല്ലോ, ഡയറക്റ്റ്ലി വന്നാൽ പോരെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പോരെ, പാസ്സായാൽ പോരെ എന്ന്. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു പണിയല്ല. കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എയർലൈൻ്റെ ഒക്കെ ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരിക. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഒരു സംഗതിയാണ്. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻലി നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ കൂട്ടാം, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ഒരു ഇതും ഇല്ലാതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആദ്യമായിട്ട് പോയിരിക്കുമ്പം ഉള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ള സംഭവത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മേജർലി കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു BBA ഏവിയേഷനിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് 1 ഇയർ കോഴ്സ് എന്തെങ്കിലും ചെയ്താൽ മതിയാവും. കാരണം അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അവിടെ ചെല്ലുമ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം 3 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഐ മീൻ, ഇപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി എടുത്തിട്ട് പിന്നീട് ഒരു ഏവിയേഷൻ കോഴ്സ് 1 ഇയറിൻ്റെ ഡിപ്ലോമ കോഴ്സോ മറ്റോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ ചോദിക്കാറ്. ചേച്ചി, ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പം BBAക്ക് പോട്ടെ അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതിനകത്തോട്ട് കയറി ജോബൊക്കെ തുടങ്ങി കഴിയുമ്പോൾ മറ്റേ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും നോക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള റീസണിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് അത്ര നിർബന്ധം അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം മെയിൻലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക, അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഇൻ്റർവ്യൂസിന് കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ തരിക എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ. ഓൾസോ ഗ്രൂമിങ്ങിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏവിയേഷൻ ഫീൽഡിൽ ഏതൊരു ജോബ് ആണെങ്കിലും, ഇപ്പം ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു രീതിക്ക് എങ്ങനെയാണോ ഒരു ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ജോബൊക്കെ കിട്ടിക്കഴിയുമ്പം മേക്കപ്പിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ടൈം എടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു രീതിക്ക് തോന്നില്ല. കാരണം യൂഷ്വലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്
ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഡിപ്ലോമയ്ക്ക് ചെല്ലുമ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ടൈമിൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ അധികം ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാം അറിയാം. ഫൗണ്ടേഷൻ എന്താണ്, കൺസീലർ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനൊക്കെ ആ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല. ഫൗണ്ടേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കൺസീലർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ടോണർ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് അവിടുത്തെ ഓരോ ക്ലാസ്സസും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിക്കാണ്. ആൻഡ് ഈവൻ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റേ കൈൻഡ് ഓഫ് തല്ലി പഠിപ്പിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് പഠിപ്പിക്കൽ നമുക്ക് ആവശ്യമില്ല. ഡെഫിനറ്റ്ലി നമ്മൾ അത്രയും വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എന്താ ഒരു ചാക്കോ മാഷിനെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുറച്ചും കൂടി പറഞ്ഞു തരാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഡൗട്ട്സ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. പിന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. ഞാൻ പഠിച്ച എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. കാരണം എനിക്ക് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് അതാണല്ലോ ഉള്ളത്. ആൻഡ് വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് മെയിൻലി വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. വളരെയധികം ഫെസിലിറ്റീസ് ഉള്ള നമ്പർ 1 ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കോളേജിലൊന്നും അല്ലെങ്കിൽ പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോളേജിലും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കേണ്ട ആവശ്യമേ ഈ ഒരു കോഴ്സിനുള്ളൂ. ഇത് ഞാൻ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അപ്പം ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഇത്രയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എന്നുള്ളതും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് പഠിച്ചതെന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ID എല്ലാം താഴെ കൊടുത്തേക്കാം കേട്ടോ.